ഹലോ, നോമ്പിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇതുവരെയായി. നമ്മളിവിടെ തകൃതിയായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ ദിവസവും ഓരോ സെക്ഷനായിട്ട് ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ യേസുട്ടിന് കൂരവാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് തുണികളൊക്കെ കഴുകാനിടാനുണ്ടായിരുന്നു. ഇന്നലെ കഴുകിയിട്ടത് വിരിക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പണികളുണ്ടായിരുന്നു. അതിനുശേഷം മല്ലിയും മുളകും ഒക്കെ ഉണക്കാനായിട്ട് ഉമ്മച്ചി കഴുകുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകണം. മല്ലിയും മുളകൊക്കെ നല്ല അഴുക്കുണ്ടാവും കേട്ടോ അതിൽ. നമ്മൾ എത്ര തവണ കഴുകി കഴിഞ്ഞാലും മല്ലിയുടെയൊക്കെ കളർ കാണണം കേട്ടോ. ആ കഴുകിയ വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നേരിട്ട് നമ്മൾ പൊടിയൊക്കെ എങ്ങനെ വാങ്ങിക്കുമെന്ന് ആലോചിച്ച് പോവും. സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ എനിക്ക് ഓർമ്മയുള്ള സമയം മുതലേ ഉമ്മച്ചി വീട്ടിൽ തന്നെ ഉണക്കി പൊടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പുറത്തുനിന്ന് ഒരു മസാല കറി പൗഡറും വാങ്ങിക്കാറില്ല. അതേപോലെ തന്നെയാണ് കേട്ടോ ജീരകത്തിൻ്റെയൊക്കെ കാര്യം. ജീരകം നല്ലോണം അഴുക്കുണ്ട്. അത് നന്നായിട്ട് അരിപ്പയിലെങ്ങാനും വെച്ചിട്ട് കഴുകി ഉണക്കി സൂക്ഷിച്ച് വെക്കുക കേട്ടോ. നമുക്ക് കറികളിലാണെന്നുണ്ടെങ്കിലും തേങ്ങ അരച്ചൊക്കെ വെക്കുന്നതിലാണെന്നുണ്ടെങ്കിലും ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കില്ല, അത്രയും ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. ഒരു ദിവസമെങ്കിലും ഒന്ന് കഴുകി നോക്കൂ കേട്ടോ. കഴുകാത്തവർ. നല്ലോണം അഴുക്കുണ്ട്. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ടായിരുന്നു. ഇന്നലത്തെ മുളകിട്ട മീൻകറി ഉണ്ടായിരുന്നു. എനിക്ക് പക്ഷേ പഴമായിരുന്നു ഇഷ്ടം. നാടൻ പഴം ഉണ്ടായിരുന്നു, ഏത്തപ്പഴം. അപ്പോൾ അതും കൂട്ടി കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിലേ കഴിച്ചിട്ട് എനിക്ക് എന്തോ ഇഷ്ടം തോന്നിയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. വീടാണോ എന്ന് എനിക്കറിയില്ല. കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിന് ശേഷം മല്ലി മുളകൊക്കെ കഴുകി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഉമ്മച്ചി. അങ്ങനെ മുകളിൽ കൊണ്ടിട്ട് നല്ല വെയിലത്ത് ഉണക്കുകയാണ്. മല്ലി മുളകൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ ഉമ്മച്ചി ഓടുമായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു. ഇനി വൈകിട്ട് വന്ന് ഇതിനെടുക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ബൈ.